ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കുറേ നാളുകൾക്ക് ശേഷം അയർലൻഡിൽ വന്നിട്ട് ഞാൻ വന്ന ദിവസം മുതൽ കേൾക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു വീക്കെൻഡിൽ ഒരു യാത്ര പോവാണ്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇവിടെ വന്നതിന് ശേഷം ബീച്ച് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരു ബീച്ചുണ്ട്, ഇഞ്ചിഡോണി എന്നാണ് ആ ബീച്ചിൻ്റെ പേര്. അപ്പം ഞാൻ ഇപ്പോൾ ഉള്ളിടത്ത് നിന്ന് ഒരു 2 മണിക്കൂറോളം യാത്രയുണ്ട് അവിടേക്ക്. അങ്ങനെ ഞങ്ങൾ ആ ബീച്ച് തപ്പി കോർക്കിൽ നിന്ന് പോയി. ബീച്ചിൻ്റെ അടുത്തുള്ള ടൗണിൻ്റെ പേര് ഒണാക്കിൽറ്റി എന്നായിരുന്നു. അവിടുന്ന് ഒരു 5 കിലോമീറ്ററോളം ഉണ്ട് ഇനിയും ബീച്ചിലേക്ക്. ഞങ്ങൾ സിറ്റിയിൽ നിന്നും അവിടേക്ക് ബസ്സിനാണ് പോയത് കേട്ടോ. അവിടെ നിന്നും ബീച്ചിലേക്ക് ഒന്നെങ്കിൽ നമ്മൾ ടാക്സിക്ക് പോവാം, അല്ലെങ്കിൽ നടന്നു പോവാം. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടൊന്നും ടാക്സി കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ നടന്നു പോയതൊക്കെ 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ആ ബീച്ചിൽ ചെന്നു. കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലം. അയർലൻഡ് എല്ലായിടവും നോക്കിയാലും ഭംഗിയാണല്ലോ കാണാൻ. ബീച്ച് കണ്ടപ്പോഴും അതുപോലെ തന്നെ അതിൻ്റെ ഏരിയ, സറൗണ്ടിങ്സ്, പ്രകൃതി ഭംഗിയൊക്കെ ഒരുപാട് ആസ്വദിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കാണാൻ നല്ലൊരു സ്ഥലമാണ്. പിന്നെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പോയപ്പോൾ കുറച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയായിരുന്നു. അങ്ങനെ അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു വീക്കെൻഡ് ഇവിടെ ഈ സ്ഥലത്ത് ഇഞ്ചിഡോണിയിൽ പോയി ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പം ആർക്കെങ്കിലും ഇങ്ങനെ വീക്കെൻഡ്സൊക്കെ എൻജോയ് ചെയ്യണം, എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ അധികം കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാത്ത, എന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പോകാൻ സേഫായിട്ടുള്ള ഒരു സ്ഥലമാണിത്. പിന്നെ ഒരു പ്രശ്നമേ ഉള്ളൂ, ടൗണിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ട് ബസ് സൗകര്യമില്ല. ഈതർ ടാക്സി അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാറിന് വണ്ടിക്ക് പോകണം. അതേ ഉള്ളൂ അവിടുത്തെ ഒരു പ്രോബ്ലം. പക്ഷെ പോയി കഴിഞ്ഞാൽ അത് വർത്താണ്. അപ്പം പോകാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ പോയാൽ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഫിഷിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടില്ല. ഇവിടെ സാധാരണ കടൽ, ബീച്ചൊക്കെ ഉള്ള തിരയില്ലാത്ത ബീച്ചുകളൊക്കെയാണ് കൂടുതലും ഉള്ളത്. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ നാട്ടിലത്തെ അതേ രീതിയിൽ തിരയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. തിരിച്ചു വന്നപ്പോൾ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ടാക്സി കിട്ടി. അപ്പോൾ see you in next video. Bye bye.